കാല് കുത്തിച്ചിട്ട് ഒന്നെങ്കിൽ ഗ്രീൻ നെറ്റ് കൊണ്ട് ഇങ്ങനെ ചുറ്റിലും കവർ ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഓല അങ്ങനെ മറ്റെന്തെങ്കിലും വാഴൻ്റെ ഇല അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ സൈഡിൽ ഈ ചെടീൻ്റെ ഈ സൈഡിലായിട്ടാണ് നമ്മൾ കവർ ചെയ്ത് കൊടുക്കേണ്ടത്, മേൽഭാഗത്തല്ല നമ്മൾ കവർ ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. അതേപോലെ പൊതട്ടും കൊടുക്കുക. ഹായ്, നമസ്കാരം. ഫാസിലാണ്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മളെ തണുപ്പ് കാലമൊക്കെ കഴിഞ്ഞ് ചൂടുകാലം തുടങ്ങാൻ പോകും. നല്ല കൊടൂര ചൂടായിരിക്കും ഇനി വരാൻ നിൽക്കുന്നത്. കാരണം ഇനി ഒരു മഴ കിട്ടണമെന്നുണ്ടെങ്കിൽ മെയ് ലാസ്റ്റ് ജൂൺ ഫസ്റ്റേ കിട്ടുള്ളൂ. അതുവരെ നല്ല ചൂടായിരിക്കും. അത് പലരും നേരിടുന്ന ഒരു സംഭവമാണ്. കാരണം ചൂട് കാലത്ത് ചെടികൾ ഉണങ്ങി പോവാന്ന്. അത് കൂടുതൽ ഒരു വർഷത്തിന് താഴെ പ്രായമായിട്ടുള്ള ചെടികളൊക്കെയാണ് കൂടുതലായിട്ട് ഉണങ്ങി പോകുന്നത് കാണുന്നത്. അപ്പോൾ നമ്മൾ ചൂടുകാലത്തിന് മുന്നോടിയായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നീ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ചെറിയ തൈകളൊക്കെ ഉണ്ടല്ലോ, അതിനാണ് മെയിനായിട്ട് നമ്മൾ കെയർ ചെയ്യേണ്ടത് കേട്ടോ. അത്യാവശ്യം വലിയ മരങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അത്ര കെയർ ചെയ്തിട്ടില്ലെങ്കിലും ആ ചെടി ഉണങ്ങാതെ തന്നെ നമുക്ക് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും. മെയിനായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ വെള്ളം കൊടുക്കണം. അത് ചിലപ്പോൾ നമ്മൾ ഗ്രോ ബാഗിലോ പോട്ടിലൊക്കെ നട്ടാണെന്നുണ്ടെങ്കിൽ ദിവസം ഒരു നേരം എന്തായാലും നിർബന്ധമായിട്ട് നമ്മൾ കൊടുക്കണം. ഇനി നല്ല വെയിൽ തട്ടുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ ദിവസം 2 നേരം വെച്ചോ 3 നേരം വെച്ചോ നമ്മൾ വെള്ളം കൊടുക്കേണ്ടി വരും. ഇപ്പോൾ മണ്ണിൽ നട്ട ചെടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഡെയിലി ചെറിയ തൈകൾ ഇപ്പോൾ ഒരു വർഷത്തിന് താഴെയുള്ള തൈകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി തന്നെ നനച്ചു കൊടുക്കണം. ഇപ്പോൾ ഒരു വർഷത്തിന് മേലെ പ്രായമായിട്ടുള്ള അത്യാവശ്യം ഒരു വലിയ ചെടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1.5 ദിവസങ്ങളിലെങ്കിലും നമ്മൾ വെള്ളം കറക്റ്റായിട്ട് നമ്മൾ കൊടുക്കണം കേട്ടോ. പിന്നെ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, പലരും പറയും വെയിലത്ത് വെച്ചിട്ടുള്ള ചെടികൾ ഡയറക്റ്റായിട്ട് കരിഞ്ഞു പോകുന്നു. അപ്പോൾ അവരെന്താക്കും, മേലെ ഷെയ്ഡ് കെട്ടി കൊടുക്കും. അത് ചിലപ്പോൾ ഫ്രൂട്ട് പ്ലാന്റിന് മേലെ ഒന്നെങ്കിൽ ഗ്രീൻ നെറ്റോ അങ്ങനെ എന്തെങ്കിലും ഷെയ്ഡ് കെട്ടി കൊടുക്കും. അപ്പോൾ അങ്ങനെയല്ല നമ്മൾ ഷെയ്ഡ് കൊടുക്കേണ്ടത് കേട്ടോ. കാരണം നമ്മൾ ചെടി ഒരിക്കലും ഡയറക്റ്റ് വെയിൽ തട്ടിയിട്ടല്ല കരിഞ്ഞു പോകുന്നത്. നമ്മൾ ചെടികൾ കരിഞ്ഞ് നമ്മൾ ഷെയ്ഡ് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഈ മണ്ണും ഇതും ജോയിൻ്റ് ആവുന്ന സ്ഥലം ഉണ്ടല്ലോ, തടിയും മണ്ണും കൂടി ജോയിൻ്റ് ആവുന്ന സ്ഥലം, ഇവിടെ ആണ് ചൂടടിക്കുക. ഇവിടെ ചൂടടിക്കുമ്പോൾ ഈ തണ്ടൊക്കെ വിണ്ട് കീറാൻ തുടങ്ങും. ഈ തണ്ട് ഉണ്ടല്ലോ, ഇതിൻ്റെ ഈ മണ്ണിൻ്റെ അവിടെ ജോയിൻ്റ് ആവണം, അവിടെയൊക്കെ വിണ്ട് കീറാൻ തുടങ്ങും, അവിടെ ഉണങ്ങിപ്പോവും. അപ്പം അതിലേക്കുള്ള ഈ ചെടിയിലേക്കുള്ള വെള്ളം വലിച്ചെടുക്കുന്ന അവിടെ സ്റ്റോപ്പ് ആവണം ചെയ്യുക. മേലക്കൊക്കെ വെള്ളത്തുനിന്ന് അവിടെ കുറഞ്ഞു പോകണം ചെയ്യുക. അങ്ങനെയാണ് കമ്പ് ഉണങ്ങി പോകട്ടെ, ചെടി മേലൊക്കെ ഉണങ്ങി പോവുക. അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് വെയിൽ നേരെ ഡയറക്റ്റ് ഇലകളിൽ തട്ടിയത് കൊണ്ടല്ല നമ്മളെ ചെടി ഉണങ്ങി പോകുന്നത്. അപ്പം നമ്മൾ ഷെയ്ഡ് കൊടുക്കുക, തണൽ കൊടുക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വേനൽക്കാലം ആവുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ നല്ല രീതിയിൽ പൊതട്ട് കൊടുക്കുക. ചില ഡയറക്റ്റ് സൂര്യപ്രകാശം തട്ടുന്ന ടൈമിൽ മണ്ണിൽ ചൂട് വരാതിരിക്കാൻ പൊതട്ട് കൊടുക്കുക. നമ്മളെ കരിയിലൊക്കെ ഉണ്ടല്ലോ, മുറ്റത്തൊക്കെയുള്ള കരിയിൽ എന്തെങ്കിലും എടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ പൊതട്ട് കൊടുക്കുക. പൊതട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു 5-6 ഇല ഇട്ട് കൊടുത്തതിന് കാര്യമില്ല, ഒരു അത്യാവശ്യം ഈ ഹൈറ്റിലെങ്കിലും നമ്മൾ പൊതട്ട് കൊടുക്കണം. അപ്പോൾ ആ മണ്ണിലേക്ക് ചൂടടിക്കാതിരിക്കുള്ളൂ കേട്ടോ. എന്നിട്ട് പൊതട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നല്ല രീതിയിൽ വെയിൽ കിട്ടുന്ന സ്ഥലമൊക്കെയാണ്, ഒരു പാറപ്പുറം പോലത്തെ ഒക്കെ ഒരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ 4 ഭാഗത്ത് 4 കാല് കുത്തി വെക്കുക. പക്ഷേ ഇതിന്ന് ഈ തണ്ടിന്ന് ഒരടി വിട്ടിട്ട് 4 ഭാഗത്ത് 4 കാല് കുത്തിച്ചിട്ട് ഒന്നെങ്കിൽ ഗ്രീൻ നെറ്റ് കൊണ്ട് ഇങ്ങനെ ചുറ്റിലും കവർ ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഓല അങ്ങനെ മറ്റെന്തെങ്കിലും വാഴൻ്റെ ഇല അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ സൈഡിൽ ഈ ചെടീൻ്റെ ഈ സൈഡിലായിട്ടാണ് നമ്മൾ കവർ ചെയ്ത് കൊടുക്കേണ്ടത്, മേൽഭാഗത്തല്ല നമ്മൾ കവർ ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. അതേപോലെ നല്ല രീതിയിൽ പൊത ഇട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നല്ല വെയിലുള്ള സമയമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു നേരമൊക്കെ കറക്റ്റ് നനച്ചാൽ മതി. ഇത് ഞാൻ പോട്ടിൽ ഡ്രമ്മിലൊക്കെ വെച്ചവരുടെ സ്ഥിതിയാണ് കേട്ടോ പറഞ്ഞത്. മണ്ണിലാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ പൊതട്ട് ഇതേപോലെ ചുറ്റിലും കെട്ടിക്കൊടുത്ത് നമുക്ക് 2 ദിവസം കൂടുമ്പോഴൊക്കെ നമ്മൾ നനച്ചു കൊടുത്താലും മതി. ചെറിയ തൈകളാണെന്നുണ്ടെങ്കിൽ ദിവസം നനച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ നമ്മളെ ചൂടുകാലത്തിന് മുന്നോടിയായിട്ടൊക്കെ നമ്മൾ ഈ തണ്ടുകളിലുണ്ടല്ലോ, തണ്ടുകളിലൊക്കെ നമ്മൾ സാഫോ അല്ലെങ്കിൽ കോപ്രോക്സിക്ലോറൈഡ് നമ്മളെ കുമ്മായം കലക്കിയതാണെങ്കിലും കുഴപ്പമില്ല, ഇങ്ങനെ തേച്ച് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. കാരണം ചെടികളൊന്ന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ്. പിന്നെ രണ്ടാമത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, പലരും ചോദിക്കുന്നതാണ് ഈ ടൈമിലൊക്കെ ഫ്രൂട്ട് പ്ലാന്റ് വാങ്ങിയിട്ട് ചൂട് കൂടുന്ന ടൈമുണ്ടല്ലോ, ആ ടൈമിൽ നമ്മൾ മാറ്റി നടട്ടെ എന്നുള്ളത്. പലരും മാറ്റി നടാറുണ്ട്, അത് ഉണങ്ങി പോകാറുണ്ട്. കഴിയുന്നതും എന്താ വെച്ചാൽ നല്ല ചൂടുള്ള സമയങ്ങളിൽ ചെടികൾ മാറ്റി നടാതിരിക്കുക. പക്ഷേ ചെടികൾ ഇപ്പോൾ വാങ്ങിക്കൊടുന്നാലും നമ്മളൊരു ഷെയ്ഡിൽ തന്നെ കറക്റ്റായിട്ട് വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ പോട്ടിലേക്ക് ആക്കിയിട്ട് മാറ്റിയിട്ട് ആദ്യം ഒന്ന് തണലത്ത് വെച്ച് ചെടി ഒന്ന് ഉഷാറായതിനു ശേഷം മാത്രം വെയിലത്തേക്ക് വെക്കുന്ന രൂപത്തിലേക്ക് ആക്കുക. ഡയറക്റ്റ് തന്നെ നമ്മൾ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്തേക്ക് ചെടി ഈ ഒരു ചൂട് കാലത്ത് നമ്മൾ മാറ്റി നടാതിരിക്കുക. കാരണം എന്താ പറയുക, നമ്മളെ ശ്രദ്ധ ഒന്ന് കുറഞ്ഞാൽ ആ ചെടി ഉണങ്ങി പോകാൻ ചാൻസ് കൂടുതലാണ്. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് നല്ല ചൂടുള്ള സമയത്തും അതേപോലെ നല്ല കുത്തിയൊലിച്ച് മഴയുള്ള സമയങ്ങളിലും നമ്മൾ ചെടികൾ മാറ്റി നടാതെ റിപ്പോർട്ടിങ് ചെയ്യാതിരിക്കുക. അതേപോലെ പ്രൂണിങ്ങും ചെയ്യാതിരിക്കുക. ആ ഒരു സമയത്ത് മാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി കേട്ടോ. ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മൾ വളങ്ങൾ കൊടുക്കുന്നതാണ്. നമ്മൾ ഈ ചൂട് കാലത്ത് നമ്മൾ നല്ലത് എന്താ വെച്ചാൽ, ജൈവ സ്ലറികൾ നല്ല രീതിയിൽ
അടിയിൽ മണ്ണിൽ കൊടുക്കുക. അപ്പോൾ മണ്ണ് എപ്പോഴും ഒരു കൂളായിട്ടിരിക്കും, ചെടികൾക്ക് കിട്ടേണ്ട പോഷകങ്ങൾ കറക്റ്റായിട്ട് കിട്ടും ചെയ്യും. അപ്പോൾ ജൈവ സ്ലറികൾ കൊടുക്കുക. ഇപ്പോൾ ജൈവ ഖരാവസ്ഥയിലുള്ള വളങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്തൊക്കെ നമ്മൾ കൊടുത്തിടുക. പിന്നീട് നമ്മളൊരു മെയ് ലാസ്റ്റൊക്കെ കൊടുത്താൽ മതി. അതിൻ്റെ ഇടയ്ക്ക് ചൂടുള്ള സമയത്ത് നമ്മൾ ഇട്ട് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ജൈവ സ്ലറികൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കൊടുക്കുക. ഇപ്പോൾ ചൂടുകാലത്തൊക്കെ കൊടുക്കാൻ പറ്റിയ ജൈവ സ്ലറികൾ ഞാൻ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. പല രീതിയിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ മണ്ണിൽ രാസവളം കൊടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചൂട് കാലത്ത് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം രാസവളം കൊടുത്താൽ അത് ചെടിക്ക് ഭയങ്കര ദോഷമാവും. കാരണം നല്ല രീതിയിൽ ചൂടടിക്കുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാതിരിക്കുക. ഇപ്പം ഇലകളിൽ സ്പ്രേ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഒക്കെ ഗ്യാപ്പ് ഇട്ടിട്ട് അതിരാവിലെ ഒരു 7 മണി സമയത്ത് എന്നുള്ള രൂപത്തിലൊക്കെ ആയിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതും ഡോസേജ് കൂട്ടണ്ട. പലരും 5 ഗ്രാമോ 10 ഗ്രാമൊക്കെ NPK 19 എടുക്കുന്നുണ്ട്. അത്ര ഒന്നും വേണ്ട. ചൂട് കാലത്ത് നമ്മൾ കൊടുക്കുമ്പോൾ 2 ഗ്രാം മാത്രം എടുത്താൽ മതി. അതൊരു 7 മണി സമയത്ത് തന്നെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. കാരണം രാസവളം കഴിയുന്നത് ഈ ചൂടുകാലത്ത് കൊടുക്കാതിരിക്കുന്നതാണല്ലേ, ജൈവ രൂപത്തിൽ തന്നെ കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മളെ ചെടീൻ്റെ ചുവട്ടിലൊക്കെ ആയിട്ട് ഇതുപോലത്തെ കളകളൊക്കെ നല്ല രീതിയിൽ വരുമല്ലോ. അപ്പോൾ പലരും ഇത് ശ്രദ്ധിക്കാറില്ല. കള നല്ല രീതിയിൽ വരും. അപ്പോൾ ഈ ചൂട് കാലത്തൊക്കെ കള വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കള ഉണ്ടെങ്കിൽ അതൊക്കെ കളൊക്കെ പറിച്ച് ഒഴിവാക്കുക. കാരണം എന്താ വെച്ചാൽ ഉള്ള ജലാംശം ഈ കളകൾ വലിച്ചെടുക്കും. അപ്പോൾ ചെടിക്ക് ജലാംശം നമ്മളിപ്പോൾ കൊടുത്തു കഴിഞ്ഞാലും കറക്റ്റായിട്ട് കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ ചെടിക്ക് നമ്മൾ കറക്റ്റ് ഈ ചൂട് കാലത്ത് ജലാംശം കിട്ടണമെന്നുണ്ടെങ്കിൽ ചുറ്റിലുള്ള കളകളൊക്കെ നമ്മൾ പറിച്ച് ഒഴിവാക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതേപോലെ തന്നെ കഴിഞ്ഞ കൊല്ലം ചൂട് കാലത്തിന് മുന്നോടിയായിട്ട് ഇതേപോലെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അന്ന് ഇതേപോലെ എൻ്റെ വീഡിയോ കണ്ട സുഹൃത്തുക്കൾ കുറച്ച് ആൾക്കാർ ഇതേപോലെ മറൊക്കെ വെച്ച് കെട്ടി, ചിലവർ മേലൊക്കെയാണ് മറ കെട്ടിയത്. പക്ഷേ ഈ ചൂടുകാലമായിട്ട് ഇതുവരെ ആ മറ അയച്ചിട്ടില്ല. അപ്പം അങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം അടുത്ത ഇപ്പം മെയ് ലാസ്റ്റ് ജൂൺ ഫസ്റ്റ് മഴ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ മറ കെട്ടിയിട്ടുണ്ടെങ്കിൽ ആ മറൊക്കെ എടുത്ത് ഒഴിവാക്കാം. അതേപോലെ പുതട്ട് കൊടുത്തിട്ടുണ്ട്, ആ പുതൊക്കെ എടുത്ത് ഒഴിവാക്കാം. മഴക്കാലത്തൊന്നും നമ്മൾ പുതട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ അതാ ഒരു ചൂടുകാലത്ത് മാത്രം നമ്മളത് അങ്ങനെ ചെയ്തു പോയാൽ മതി. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക ചൂടുകാലത്ത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. താങ്ക്